പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. അപ്പോൾ ആ പുരുഷന്മാർ ബന്ധപ്പെട്ടു വന്നു, ദാനിയേൽ തന്റെ ദൈവത്തിൻ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അപേക്ഷിക്കുന്നത് കണ്ടു. ദാനിയേലിന്റെ ജീവിതം പ്രാർത്ഥനാപൂർണ്ണ ജീവിതവും ദൈവവിശ്വാസത്തിന്റെ മാതൃകയുമാണ്. അതുകൊണ്ടാണ് പ്രതികൂലമായ സാഹചര്യങ്ങൾ തനിക്ക് മുൻപിൽ ഉണ്ടായിട്ടും രേഖ തനിക്ക് വിരോധമായി എഴുതിയിരിക്കുന്നത് എന്ന് അറിഞ്ഞിട്ടും ഇതാ നിരന്തരമായി ദൈവത്തോട് ബന്ധമുള്ളവൻ, നിരന്തരമായി പ്രാർത്ഥിക്കുന്നവൻ ഇതാ പ്രതികൂലമായ സാഹചര്യത്തിന്റെ നടുവിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി തന്റെ ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുകയാ, തന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താൻ മുട്ടുകുത്തുകയാ, തന്റെ ദൈവത്തോട് താൻ അപേക്ഷിക്കുകയാ. അതേ പ്രിയരെ, വിശ്വാസപൂർണമായ പ്രാർത്ഥന ദൈവികമായ അത്ഭുത പ്രവൃത്തിയിലേക്ക് വഴിമാറാൻ ഇടയായി. 22-ാം വാക്യം. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതിരിക്കേണ്ടതിന് എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് അവയുടെ വായെ അടച്ചു കളഞ്ഞു. ഒരു അത്ഭുത പ്രവൃത്തി തന്റെ ജീവിതത്തിന്റെ നടുവിൽ കർത്താവ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ചിലർ ഏകരായി വിശ്വാസത്തിന്റെ അനുഭവത്തിൽ നിലനിൽക്കുന്നവരായിരിക്കാം. എന്നാൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ പ്രാർത്ഥനയ്ക്ക് വിലക്കുകൾ ജീവിതത്തിൽ വന്നിരിക്കാം. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ കർത്താവ് ഈ വചനത്തിലൂടെ ഉറപ്പിച്ചു പറയുകയാണ്, പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കുക, അധരങ്ങളെ ചലിപ്പിക്കുക, ഹൃദയത്തെ ദൈവസന്നിധിയിൽ പകരുക. ആമേൻ. ചില അത്ഭുതമായ പ്രവൃത്തി വിശ്വാസപൂർണമായ പ്രാർത്ഥനയ്ക്ക് നടുവിൽ സംഭവിക്കുവാൻ ഇടയായി തീരും. അതേ പ്രിയരെ, ആമേൻ, പ്രാർത്ഥിക്കുന്ന ചിലരോട് പ്രാർത്ഥനയിലൂടെ നിരന്തരമായി ദൈവിക ബന്ധമുള്ള ചിലരോട് കർത്താവ് സംസാരിക്കുന്നു. നിങ്ങളുടെ പ്രതികൂല സാഹചര്യത്തിൽ സർവശക്തനായ ദൈവം ഇടപെടും. ഒരു അത്ഭുത വിഷയമാക്കി കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. വിശ്വസിക്കുക, ദൈവപ്രവൃത്തി നിശ്ചയമായി വെളിപ്പെടും. ആമേൻ. വിശ്വാസപൂർണമായ പ്രാർത്ഥന ദൈവിക അത്ഭുത പ്രവൃത്തിയായി സർവശക്തൻ ചെയ്യും. ആയതിനാൽ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു മുന്നേറുക. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.